അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ പുൽക്കൂട് റെഡിയാക്കാം. വലിയ സെറ്റപ്പൊന്നുമില്ല, ഒരു ചെറിയ തട്ടിക്കൂട് സെറ്റപ്പ്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം 5 മണി കഴിഞ്ഞ് ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ നമ്മളൊരു പെട്ടെന്ന് ഒരു പുൽക്കൂട് സെറ്റപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് അറക്കപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് അവനെ തട്ടാദ്യം. അപ്പോൾ നമ്മൾ അടുത്തുള്ള മില്ലിപ്പോട്ടാണ് ഇത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എടുത്തുകൊണ്ട് വന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാം. പിന്നെ അത് കുറച്ച് ചെറിയ തടിയുടെ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ചെറിയ ഇലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം, നമ്മൾ ഇതിൻ്റെ ഒരു ഏകദേശം നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അവിടെ ഒരു വെള്ള പൈപ്പ് കിടപ്പുണ്ടായി, എടുത്തോണ്ടേ ഇത് കറക്റ്റ് നേരെയാണ് കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്നൊരു ഞായറാഴ്ച, ക്രിസ്മസിന് ഒട്ടുള്ള ഞായറാഴ്ചയാണ്. അപ്പോൾ ആ ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. നമ്മൾ അത്യാവശ്യം ടൈമൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ അങ്ങനൊന്നും അല്ല. ചുമ്മാ നമ്മുടെ പുൽക്കൂടോ അല്ലെങ്കിൽ ട്രീയോ എടുത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെളിയിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരു ഒരു മണൽ എഫക്റ്റ് ഒക്കെ വരുത്തി ഈ ഒരു പൊടിയൊക്കെ ഇട്ട് ഈ പൊടിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് അതിനകത്ത് ചെറിയൊരു കുളവും ചെറിയൊരു മതിൽ, ഒരു വേലിയും ചെറിയ മരങ്ങളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പാലൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കൊട്ടാരങ്ങളൊക്കെ പോലെ കാണിച്ച് ചെറിയൊരു അരുവിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ സംഭവം കിടിലനാവും. പക്ഷെ നമുക്ക് അതിന് മാത്രം ടൈം ഒന്നുമില്ല. അതാ ഇപ്പൊ തന്നെ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു ഞാൻ. അതിനുശേഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ഇതാണ് ക്രിസ്മസ് കൂടാണ്. അപ്പൊ ഈ പുൽക്കൂട് ജസ്റ്റ് നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന പച്ച മാറ്റാണ്. അപ്പൊ അതിന്റെ മേളുവശവും നമ്മുടെ ഒരു പഴയ പുൽക്കൂടിന്റെ കട്ട് ചെയ്തെടുത്താണ്. അപ്പൊ അതെല്ലാം കൂടെ നമ്മളൊന്ന് സെറ്റ് ചെയ്തു. നമുക്ക് ഇതുപോലെ നമ്മൾ ചെറിയൊരു പുൽക്കൂടും കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു വഴി ഉണ്ടാക്കുവാണ്. വഴി ജസ്റ്റ് ഒന്ന് ലെവലാക്കാൻ വേണ്ടി 2 കമ്പ് വെച്ചിട്ട് അതിനകത്ത് കൂടെ മണ്ണിടുവാണ്. ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ മണ്ണാണ് ഇതിനകത്ത് വഴിയായിട്ട് ഇടുന്നത്. ആ മണ്ണ് നമ്മളെടുത്ത് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് പൊടിയാക്കി കല്ലൊക്കെ മാറ്റി ഒന്ന് മുറത്തിലിട്ട് ജസ്റ്റ് അതിനകത്ത് തരി മാത്രം നമ്മളെടുത്ത് നമ്മളൊന്ന് വഴിയായിട്ടൊന്ന് നമ്മുടെ രാജാക്കന്മാരും എന്താ പറയാ എല്ലാവരും ഒക്കെ വരുന്ന ഒരു വഴിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് ആ വഴിയൊന്ന് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് നമ്മൾ ചെറിയൊരു ഒരു ആട്ടുകൂട് അല്ലെങ്കിൽ ഒരു തൊഴുത്ത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു കൂടും കൂടെ ഉണ്ട്. ആ കൂടും കൂടെ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനകത്താണ് നമ്മൾ ഈ ആടിനെയും പശുവിനെയും ഒക്കെ ചെറിയ ചെറുതൊക്കെ നമ്മുടെ ഉള്ള രൂപങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ചെറിയൊരു പാട സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഗ്രീൻ മാറ്റ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പച്ചക്കളറുള്ള മാറ്റ്, അതിനകത്തെ ഒരു ലെയറായിട്ട് നമ്മൾ ഓരോ ലെയറായിട്ട് ഓരോ പുല്ലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. സോ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ വേണ്ട ഒരു കുളം സെറ്റ് ചെയ്യാനാണ്. നമ്മുടെ പഴയ ഒരു തെർമോകോൾ ഇവിടെ ഇരുന്നാണ്. അതൊരു മിക്സിയുടെ ജാറ് വാങ്ങിച്ചതാണ്. അങ്ങനെ എന്തോ സാധനം വാങ്ങിച്ചു പറഞ്ഞ ഇരുന്നാണ്. അതിനകത്ത് ആ ജാറൊക്കെ ഇറക്കി വെക്കുന്ന ആ പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിന്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫാക്കി. നമ്മുടെ ഇതിലൊരു പെയിന്റ് ഇരുന്നു, അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് മാറിയിട്ട് ഒന്ന് റഫാകും. ഒന്ന് റഫാക്കിയിട്ട് നമ്മൾ അതിനകത്തൊരു ജസ്റ്റ് ബ്ലാക്ക് പെയിന്റ് ഇവിടെ ഇരുന്നത്, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പടം വരയ്ക്കാൻ വെക്കുന്ന അത്തിരി പെയിന്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് അതിനകത്തും വെളിയിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വെള്ളം വെക്കണമെങ്കിൽ അതിനൊരു ഹോളുണ്ട്. അപ്പൊ അതിനകത്തൊരു ചെറിയ ബൗൾ എന്തെങ്കിലും വെച്ചിട്ട് വെക്കാന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു മതില്, ബൗണ്ടറി ഒക്കെ തിരിക്കാനായിട്ടൊരു മതില് വേണം. അപ്പൊ ഇവിടെ കിടന്നൊരു വട്ടയുടെ കമ്പാണ്. ആ വട്ടയുടെ കമ്പിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ നമ്മൾ 4ആയിട്ട് കീറിയെടുത്ത് എന്നിട്ട് അതിനെ ചിരണ്ടി ഒരു മുളയുടെയൊക്കെ ഒരു ഷേപ്പിലോട്ട് നമുക്ക് കൊണ്ടുവരണം. അത് കുറച്ച് പാടാണ്. ഇന്ന് തൊലിയൊക്കെ പുറയിലൊക്കെ ചിരണ്ടി അത് കുറച്ചൊന്ന് ലെവലാക്കിയെടുത്ത് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നമ്മുടെ ഫെവിക്വിക്കോ അങ്ങനെ ഏതെങ്കിലും പശ വെച്ച് ഒട്ടിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാനത് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ചിരണ്ടിയെടുത്തതിനുള്ള ഇടയ്ക്കുള്ള കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമെടുക്കും. ഇതൊക്കെ ഒരു ക്രിസ്മസിന്റെ ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ തുടങ്ങേണ്ട പരിപാടികളാണ്. ഇതിപ്പം ആസ് എ 90 കിഡ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അന്നത്തെ സമയത്ത് നമ്മൾ തെന കിളിപ്പിക്കാനോ അല്ലെങ്കിൽ നെല്ല് കിളിപ്പിക്കാനോ ഈ പറഞ്ഞ പോലെ കച്ചിയെടുക്കാനും ക്രിസ്മസ് പുൽക്കൂടിനുള്ള പുല്ല് പറിക്കാനും മുള വെട്ടാനും അങ്ങനെ ഒരുപാട് പരിപാടികളാണ്. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബിസിയാണ്.
പക്ഷെ ഇന്നിപ്പോൾ എല്ലാം അത്യാവശ്യം റെഡിമെയ്ഡ് ഒക്കെ ആയിട്ട് കിട്ടും. നല്ല കാര്യം തന്നെയാണ്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. പക്ഷേ നമുക്ക് രണ്ടും ഒരു എൻജോയ് ചെയ്യാനുള്ളൊരു ജനറേഷനിലാണ് നമ്മൾ വന്ന് പെട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം, നൊസ്റ്റാൾജിയ ഉണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരുന്നു. ടൈം പെട്ടെന്ന് പോകുമായിരുന്നു. അത് കാരണം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ക്രിസ്മസ് കരോൾ ടീംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചെറിയ വേലിയും കിണറും ഒക്കെ നമ്മൾ അതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ പുൽക്കൂടിനകത്ത് കുറച്ച് ലൈറ്റൊക്കെ ചെയ്തു അത്യാവശ്യം കളർഫുള്ളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമുക്ക് വഴിയും ചെറിയൊരു കുളവും അതിനകത്തൊരു ചെറിയൊരു മരവും അങ്ങനെയൊക്കെ വെച്ചു. നമ്മുടെ ട്രീക്കകത്ത് നമ്മൾ ലൈറ്റൊക്കെ കൊടുത്തു. നമ്മുടെ സ്റ്റാറിൽ ഒരെണ്ണം കത്തുന്നില്ല, ഒരെണ്ണം കത്തുന്നുണ്ട്. ബാക്കി നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഓണാക്കി അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടി. ദാ നമ്മുടെ കലോത്സംഗം എത്തി. അപ്പം അവരെന്താ മേളിലെ വീടുകളിലൊക്കെ വന്നിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നല്ല വൈബ് ടീമാണ്. നല്ല ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കിടുക്കനായിരുന്നു. നല്ല സൗണ്ടൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എല്ലാം കലക്കനായിട്ടായിരുന്നു. നല്ല കിടുക്കനായിട്ടുള്ളൊരു കരോൾ ടീമായിരുന്നു. പിള്ളേരൊക്കെ പൊളി വൈബായിരുന്നു. ഫുൾ ഡാൻസ് മോഡായിരുന്നു. കരോൾ ഗാനങ്ങളൊന്നും അല്ലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു. എന്നാലും കിടുവായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അവർ താഴത്തെ വീട്ടിലേക്ക് പോവാണ്. ഈ കാഴ്ച തന്നെ ഒരു വല്ലാത്ത ഭംഗിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ റെയ്ത്ത് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. സോ അതിൻ്റെ ഒരു അഡീഷണൽ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്തുനിന്ന് ഇൻപുട്ട് ചെയ്യുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രോഡ്വേയിൽ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. ഒരുപാടൊന്നുമില്ല. മെയിനായിട്ട് നമ്മൾ പോയത് മറ്റൊന്നിനുമല്ല, ഈ കാഴ്ചയ്ക്കൊന്ന് കാണാനായിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നിങ്ങൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെ കൊച്ചിയുടെ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ളവരോ ആണെങ്കിൽ വൺസ് നിങ്ങളിവിടെ വരണം കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആകുന്നതിൻ്റെ ആ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക്, ആ ടൈമിൽ നമ്മളിവിടെ ഒരു മസ്റ്റ് വിസിറ്റ് ഉണ്ടാകണം. കാരണം അത്രയും രസമാണ് കാണാനായിട്ട്. നമുക്ക് വാങ്ങിക്കാം, ഈ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് കണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ എന്നെപ്പോലുള്ളവർക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പം നമ്മൾ മെയിനായിട്ടും ഈ പറയുന്ന പോലെ ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഒരു കാണുക, കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അത് കാണാനും കൂടെ വേണ്ടിയാണ് നമ്മൾ വന്നത്. സോ സ്റ്റാർസ്, അതുപോലെ തന്നെ ട്രീസ്, ലൈറ്റ്സ്, അതുപോലെ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ് എല്ലാം ഒരുപാടുണ്ട്. വമ്പൻ കളക്ഷനാണ്. എനിക്ക് തോന്നുന്നു കോട്ടയത്തൊക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. എന്നാലും ഇത്ര അടുപ്പിച്ചുള്ളൊരു ഷോപ്പും ഒരു വിപണിയും നമ്മുടെ അടുത്തില്ല. ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ്. സോ എല്ലാ വർഷവും നമുക്ക് തന്നെ അറിയാം കുറേ സംഭവങ്ങൾ പുതിയതായിട്ടുണ്ടാവും. എന്നാലും ഞാനിതൊന്നും കോട്ടയത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കൊച്ചിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. സോ ഇതൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങളാണ്. കണ്ണിന് മനസ്സിനും ഭയങ്കരമായിട്ടുള്ളൊരു കുളിർമയേകുന്ന കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വന്ന് കാണാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. സോ നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതുപോലുള്ള ചെറിയ ചെറീസിൻ്റെ ഒരു കളക്ഷനും ഫ്ലവേഴ്സും, സിൽവർ, റെഡ്, പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ കളറ്. സോ ഇങ്ങനെയുള്ള ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ചത്. നമുക്കൊരു ചെറിയൊരു റീത്ത് ഉണ്ടാക്കാനായിട്ടാണ്. ഹായ്, അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രോഡ്വേന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല, ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം വൈറൽ ട്രീ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നു ആ സാധനം. ഇതിൽ ഈ ഗ്രീൻ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഇത് യൂസ് ചെയ്താൽ അത്ര വീഡിയോയിൽ അത്ര എഫക്റ്റ് ഉണ്ടാകത്തില്ല. വീഡിയോയിൽ നിന്ന് മാത്രമല്ല, അതിനത്ര വലിയൊരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ ഇതും പിന്നെ ഇതിനകത്ത് ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇതുപോലെ ബെറീസ്, അതുപോലെ തന്നെ നമ്മുടെ പൈൻസിൻ്റെത്, പിന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ്, പിന്നെ ഈ ഇത് തന്നെ കോൺസ് പോലെ. ബെറീസ് അല്ല, ഇത് കോണാണെന്നാണ് തോന്നുന്നത്. സോ കോൺസ്, പിന്നെ ലീഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വാങ്ങിച്ചത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് റീത്ത് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ ഇത് കമ്പി എടുത്ത് അതിലൊന്നുമല്ല ചുറ്റുന്നത്. അപ്പൊ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ മെറ്റീരിയൽ. വേറൊന്നുമല്ല, പോയ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ അതിലേക്കുള്ള കേബിൾ, അതായത് നമ്മുടെ പൈപ്പാണ്. സോ അതൊന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് എന്തേലാണോ അതിന്റെ ഒരു എന്താ പറയണ്ടേ വട്ടം വേണ്ടത്, ആ സെയിം ഇതിൽ ചെയ്യുക.
രണ്ട് സൈഡിലും സെലോ ടേപ്പ് ഇത് ചെയ്യുക. സോ രണ്ട് സൈഡിലും സെലോ ടേപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് എടുക്കുക. ഇതൊന്ന് ഇവിടെ വെച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി വിടുക. നമുക്കിതൊന്ന് ജസ്റ്റ് ചുറ്റാം. അപ്പൊ നമ്മളിതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഇതൊന്നും ഇല്ലാതെ ഇതിന്റെ ഇതൊക്കെ ഒന്ന് നോക്കുക. എവിടെയാണ് കൂടുതൽ കുറവ് ഉള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് ഇതൊക്കെ ഊരിയൊക്കെ വെക്കാനോ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പറ്റും. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം 20 രൂപയോ 12 രൂപയോ ഉള്ളൂ. നമ്മൾ ബ്രോഡ്വേന്ന് വാങ്ങിച്ചാണ്. സോ അതിൽ ഞാനിതൊന്ന് ഹാങ് ചെയ്തിട്ടു. കാരണം നമുക്കിത് ഇതൊന്ന് ഹാങ് ചെയ്തിടാനായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോറിലേക്കാണെങ്കിലും കുറച്ച് പൊക്കത്തിലെടുത്തിടാൻ പറ്റുമല്ലോ, കുറച്ച് ഭംഗിയായിരിക്കുമല്ലോ. അപ്പം ഇതൊന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുമായിട്ട് ഇതിലൊന്ന് അറേഞ്ച് ചെയ്യാം. ഒന്ന് വന്നിരിക്കുന്ന അത് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ട്. അതുപോലെ തന്നെ സീ ലീഫ് ഞാൻ എന്നോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരുമിച്ച് വാങ്ങിച്ചല്ല, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിച്ചാണ്. സോ അത് നമുക്ക് ഇതാ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ബെറീസിൽ തന്നെ റെഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറിൽ നമ്മുടെ ഗിൽറ്റ് ഇത് ചെയ്തിരിക്കുന്ന അതൊരെണ്ണം വെക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഒരെണ്ണം കൊടുക്കാം. പ്ലസ് നമുക്ക് സിൽവർ കളറും വരുന്നുണ്ട്. ഞാനിത് 3 വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അത് 3 കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഈ ഒരു ലീഫും കൂടെ വെച്ച് അതിൻ്റെ ഒരു ഫ്ലവറും കൂടെ ഉണ്ട്. ഈ ഒരു ഫ്ലവറും കൂടെ വെച്ചിട്ട് നമുക്കിത് കൊടുക്കാം. ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്കിവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ കുറച്ച് ഇതിനകത്ത് ഡെക്കറേറ്റ്, ഞാൻ വളരെ കുറച്ച് ഡെക്കറേറ്റീവ് സാധനം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലൊരു സിൽവർ കളർ ഫ്ലവർ ഞാൻ അതിന്റെ ചെറിയൊരു തണ്ടയ്ക്കടിയിലുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു ചെറിയൊരു പീസ് അത് നേരെ അങ്ങ് വെച്ച് കൊടുത്താൽ അതിൽ നന്നായിട്ട് പിടിച്ചോളും. രണ്ട് സൈഡിലും അതുപോലെ ഒരു സിൽവർ കളറും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറും, ഇത് രണ്ടുമാണ് ഞാൻ വെച്ചത്. പ്ലസ് നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. കാരണം നിങ്ങൾ ഈ പച്ച കളറിലെ ഈ ഒരു എന്താ പറയണ്ട, ഇത് ചുറ്റി കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗി വരും. സോ അതിനോട് ഞാൻ ആ ചെറീസിന്റെ ഒരു ചെറിയൊരു കൊലയുണ്ടായിരുന്നു, അത് വൈറ്റ് നൂല് വെച്ചാണ് കിട്ടിയത്. ഒന്നും കാണാൻ പറ്റുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ചെറിയ ഫ്ലവേഴ്സിന്റെ ഇത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ബെല്ല് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കുറച്ച് ഫ്രണ്ടിലും മേളിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൗണ്ടിൽ ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഉണ്ടാവും എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെയാന്നുള്ള കാര്യം. ജസ്റ്റ് നമ്മളിത് ഡോറിലൊന്ന് ഹാങ് ചെയ്തു. ശരിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല, സൂപ്പർ സാധനമായിരുന്നു. നമ്മൾ ക്യാഷ് കൊടുത്തൊക്കെ വാങ്ങിക്കുന്നതിലും ഒരുപാട് നല്ലതായിട്ട് തോന്നി. പിന്നെ നമ്മൾ സ്വയം ഉണ്ടാക്കിയതിൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതെല്ലാം കൂടെ സൂപ്പറായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഒരു ഉണ്ടാക്കിയ റീത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമൻസിലൂടെ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അതിന് എന്താണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന രീതിയിൽ ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.